നമ്മൾ അനുഭവിക്കുന്ന ജീവിതം നമ്മുടെ പൂർവ്വജന്മത്തെ പാപഫലങ്ങളാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പൂർവ്വജന്മത്തെ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അങ്ങ് എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് തല്ല് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം എല്ലാം ചിന്തിക്കുന്നതിനാണല്ലോ, ഞാൻ അവനെ തല്ലിയിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്, ഞാൻ അനുഭവിക്കും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകേണ്ടത് ആരാ? പാണ്ഡവന്മാരല്ലേ? മണി ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഉദ്ദേശം ഒക്കെയാണല്ലോ. തലവേദന എന്ന് പറയുന്നത് കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ വെച്ചിൽ തലയ്ക്കൊരു അടി കിട്ടി മരണപ്പെട്ടതുകൊണ്ട് അത് പാസ്റ്റ് ലൈഫിൽ പോയി കണ്ടതിന് ശേഷം പിന്നീട് അവർക്ക് തലവേദന വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പാസ്റ്റ് ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പാസ്റ്റ് ലൈഫ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? അപ്പോൾ എവറി തോട്ട്സ് ക്യാൻ മേക്ക് എ ഡിസീസ് ആൻഡ് അനദർ തോട്ട് ക്യാൻ ഏബിൾ ടു ക്യൂർ ദാറ്റ്. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. സത്യമായിട്ടുള്ളത് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേർക്ക് കൗതുകം ഉണർത്തുന്ന ഒന്നാണ് പൂർവ്വജന്മം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പൂർവ്വജന്മം എന്തായിരുന്നു എന്നറിയാൻ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് പലരും പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ജീവിതം നമ്മുടെ പൂർവ്വജന്മത്തെ പാപഫലങ്ങളാണ്, നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പൂർവ്വജന്മത്തെ മനസ്സിലാക്കേണ്ടത്? ഒരു ലൈഫ് ഈ ബിഗ് ബാങ് തിയറി പറഞ്ഞ പോലെ ഒരു വസ്തുവിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞു, അതായത് ശുദ്ധമായ അവസ്ഥയിൽ നിന്നും മായ കലർന്നു കഴിഞ്ഞപ്പോൾ ഒരവസ്ഥ ഉണ്ടായെന്ന് ചിന്തിക്കുക. അതിനുശേഷം കോടാനുകോടി ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും മനുഷ്യൻ എടുക്കുക. പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ഉണ്ടാവും. ഈ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഈ ഫിസിക്കൽ ബോഡിക്കകത്തുണ്ട്. അതിന് ചില ആൾക്കാർ പറയും, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിന്നെ തല്ലിയിട്ടുണ്ട്, ഈ ജന്മത്തിൽ നീ തല്ലി. അല്ലെങ്കിൽ പറയും, അവൻ അച്ഛനും അമ്മയെ നോക്കൂല, അല്ലെങ്കിൽ നീ ഇന്ന് ചെയ്ത തെറ്റിന് ഫലം നീ അനുഭവിക്കും എന്ന് പറയും. അതങ്ങനെ പറയേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ അങ്ങ് എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലിയിട്ടുണ്ട്, അങ്ങേക്ക് തല്ല് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം എല്ലാം ചിന്തിക്കുന്നതിനാണല്ലോ, ഞാൻ അവനെ തല്ലിയിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്, ഞാൻ അനുഭവിക്കും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകേണ്ടത് ആരാ? പാണ്ഡവന്മാരല്ലേ? ഈ കൗരവന്മാരാണ് ദുര്യോധനൊക്കെയാണ് സ്വർഗത്തിൽ നടന്നത്. അപ്പോൾ അവർ കർമ്മം ചെയ്യുമ്പോൾ ബി ഇൻ ദ മൊമെൻറ്റിലാണ് ചെയ്യുന്നത്. തല്ല് കൊടുത്തു, ഗോഡ് ബ്ലസ് യു, കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ കർമ്മത്തെ പറ്റി ചിന്തിക്കേണ്ടത് നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുന്ന അക്ഷരങ്ങൾ പോലെയാണ്. ആ അക്ഷരങ്ങൾ കൊണ്ട് എനിക്ക് നാളെ പണി വരും എന്ന് വെച്ചാൽ നാളെ ഞാൻ സങ്കടങ്ങൾ സഹിക്കേണ്ടി വരും, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് ജ്യോത്സ്യന്മാർ പറയും, ഈ ഇന്ന സമയത്ത് ഇന്ന അപഹാരം ഉണ്ടാകും എന്ന് പറയും. പിന്നെ ചില സമയത്ത് ഇന്ന സമയം പോലെ ഇന്ന സമയം വരെ എൻ്റെ ചില കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ശനിയുടെ അപഹാരമായിരിക്കും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബോഡിയിൽ അയണിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേ അസ്വസ്ഥതകൾ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഓരോ ബുക്കിലും ഓരോ പേപ്പറിലും എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളെ മാറ്റാനെടുക്കുന്ന എന്ത് ടെക്നിക്ക് ആയിക്കോട്ടെ അതിനെ പറയുന്നത് സാധന. ആ സാധന ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും മാറ്റപ്പെടുക. ഇന്ന് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, ഇപ്പോൾ നമ്മളൊരു ധ്യാനം ഏറ്റവും സൂപ്പറാണ് ധ്യാനം. ഈ പൂർവ്വജന്മമായിട്ടുള്ള എല്ലാത്തിനും കളയാൻ പറ്റുന്ന സാധനമാണ് ധ്യാനം. ആസനം കൊണ്ടും പറ്റും. ആസനം ചെയ്ത് കഴിയുമ്പോൾ അറിയാണ്ട് പ്രാണായാമത്തിൽ കിടക്കും, അവിടുന്ന് ധ്യാനത്തിൽ കിടക്കുകയും ചെയ്യും. ഇന്ന് എല്ലാവരും പറയുന്ന എന്നല്ല, ഏത് കാലത്തും നല്ല സാധനയോട് കൂടിയുള്ള ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ബുക്കിൽ എഴുതിയിട്ടുള്ള എല്ലാ എൻകോഡിങ്സ്, എൻകോഡിങ് എന്ന് പറയാം. നമ്മളിപ്പോൾ എഴുതി വയ്ക്കുന്നതിന് പറയുന്ന പേര് വേറെ ആണെങ്കിലും നമുക്ക് പറയാൻ ഇഷ്ടമുള്ളത് എൻകോഡിങ് ഡീകോഡിങ് എന്നാണ്. അപ്പോൾ ആ എൻകോഡിങ്ങിന് മാച്ചലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ധ്യാനം ചെയ്യുന്ന സമയത്ത് അറിഞ്ഞും അറിയാതെയും ആ എൻകോഡിങ്ങിനെല്ലാം ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ മാറ്റി ചൊല്ലണം. അപ്പോൾ ധ്യാനമാണ് പ്രസക്തി. ധ്യാനം എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് എല്ലാവരും ധ്യാനിപ്പിക്കുന്നത്, ഇന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യോഗാചാര്യന്മാരെടുത്തോ ഒക്കെ എടുക്കുന്നത് ഈ പഞ്ചേന്ദ്രിയ വിഷയങ്ങളിലാണ്. അപ്പോൾ നേരത്തെ അങ്ങ് ചോദിച്ചതിൻ്റെ അടുത്ത് ചക്രധ്യാനം ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ചക്രങ്ങൾ എവിടെ ഇരിക്കുന്നത്?
ചക്രങ്ങൾ സാധാരണമായിട്ട് നമ്മൾ പറയുമ്പോൾ 7 ചക്രങ്ങൾ. 7 ചക്രങ്ങൾ. അങ്ങയുടെ ചക്രങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തല്ല എൻ്റെ ഇരിക്കുന്നത്. അങ്ങയുടെ മുഖത്ത് കണ്ണിരിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ കണ്ണിരിക്കുന്നത് ഫിസിക്കൽ ബോഡിയിൽ. എന്നാൽ എൻ്റെ മൂലാധാര ചക്രം ഇരിക്കുന്ന അതേ സ്പോട്ടിലല്ല അങ്ങയുടെ ഇരിക്കുന്നത്. അതിങ്ങനെ മാറാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഞാൻ നെറ്റ് അടിച്ച് നോക്കുമ്പോൾ മൂലാധാര ചക്രം ഇരിക്കുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സങ്കല്പിക്കുകയാണ് എൻ്റെ മൂലാധാര ചക്രം ഇവിടെയാണെന്ന് വിചാരിച്ചു. വേണ്ട, ഇവിടെ തന്നെ. അപ്പോൾ അതിൽ നിന്ന് ശരിക്കുള്ള മൂലാധാര ചക്രത്തിൽ 2 ഇഞ്ച് മാറിയിട്ടാണ്. മനസ്സ് കൊടുക്കുമ്പോൾ ഫീലിംഗ് ചെയ്യും എനിക്കിവിടെ എൻ്റെ മൂലാധാര ചക്രം ഇരിക്കുന്നത് ഈ നട്ടലിൻ്റെ ഏറ്റവും താഴ്ത്താന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ എൻ്റെ ഇരിക്കുന്നത് ചിലപ്പോൾ അവിടെ ആയിരിക്കില്ല, ചിലപ്പോൾ മുകളിലേക്കായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കുമുള്ള സ്ഥാനത്ത് മാറിയിട്ട് സങ്കല്പം കൊടുക്കുക. എല്ലാ സങ്കല്പങ്ങൾക്കും വികല്പമുണ്ടാവും. എന്തൊക്കെ സങ്കല്പിച്ചോ, ഇവിടെ ഒരു ജാറ് ഇരിക്കാൻ തോന്നിയാൽ സങ്കല്പിച്ചാണെങ്കിൽ അതിന് വികല്പം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ലെൻസിൻ്റെ കവർ ഇരിക്കുന്നുണ്ട്, സത്യമാണത്, മിഥ്യയല്ല. അപ്പോൾ ശരിക്കും എൻ്റെ മൂലാധാര ചക്രം എവിടെയാണെന്ന് അറിയണം. അറിയാതെ ഞാൻ അവിടെ സങ്കല്പിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിന് വികല്പമുണ്ടാവും. വികല്പം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? തെറ്റിദ്ധരിക്കപ്പെടല്ലേ? തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില മായയാണ്, ശരിയിലേക്കുള്ള വഴി പറയും. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് കൈലാസത്തെ പറ്റി ആലോചിക്കുകയാണ്. ഇപ്പോൾ ഒരു ധ്യാന രീതി പറയുകയാണ്. എല്ലാവരും ഇരുന്നിട്ട് കണ്ണടച്ച് വയ്ക്കാം. എന്നിട്ട് മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ നമ്മളിപ്പോൾ കൈലാസത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് കൈലാസത്തിൽ പോകുമ്പോൾ എനിക്ക് ഷിവറൊക്കെ ചെയ്യും. നമ്മുടെ മനസ്സിൽ കൈലാസം എന്ന് പറഞ്ഞാൽ ഷിവറിങ് കാണുമ്പോൾ തണുപ്പാണല്ലോ. ഞാൻ കാണുന്ന കൈലാസം തന്നെ അങ്ങ് കാണണം അല്ലേ? ഞാൻ കണ്ട കൈലാസം അങ്ങ് കാണില്ല. എന്തുകൊണ്ടാണ്? ഞാൻ കണ്ട കൈലാസത്തിന് ഫോട്ടോ അല്ല അങ്ങയുടെ മനസ്സിലുള്ള ഫോട്ടോ. അപ്പം ഞാൻ സങ്കല്പിച്ചുണ്ടാക്കണം കൈലാസം. അങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കരുത്. ഇന്ദ്രിയ വിഷയം കൊണ്ട് കാണുന്ന സാധനം കാണണം. ഞാൻ കണ്ട കൈലാസമല്ല, അതിൻ്റെ അകത്തൊരു കൈലാസമുണ്ട്. ആ കൈലാസത്തെ നമ്മൾ ശരിക്കും വിഷയമായിട്ട് തൊട്ടറിയണം. അല്ലാതെ കൊടുക്കുന്ന എല്ലാ ധ്യാനത്തിനും വികല്പമുണ്ടാവും. അതായത് ഇപ്പോൾ മണി ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഉദ്ദേശം ഒക്കെയാണല്ലോ. നാളെ ഒരു നമുക്ക് എന്താ പറയുക, നാളെ ഒരു 10 ദിവസം കഴിയുമ്പോൾ കുറച്ച് പൈസ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണി മെഡിറ്റേഷൻ സംഭവിക്കുന്നുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ പൈസയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പൈസ നമുക്ക് ഉപയോഗിക്കാനും പറ്റുമായിരിക്കും. പക്ഷേ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഊർജ്ജങ്ങൾ വേറെ ലെവലിലേക്കുള്ള ഊർജ്ജമായിരുന്നു. അത് ഇതിനുവേണ്ടി മാറ്റിയപ്പോൾ വേറെ അസുഖം വരും. അപ്പോൾ അസുഖങ്ങളുണ്ടാവും, ഒരു അസുഖം ഉണ്ടാവും. സംശയം വരിക്കണ്ട, വേറെ അസുഖം ഉണ്ടാവും. അത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ക്ഷീണം വന്നിരിക്കുക. അപ്പോൾ ഇത് ഗ്ലൂക്കോസ് എടുത്തേക്കും. അപ്പോൾ പെട്ടെന്ന് ക്ഷീണം മാറും. ഇത് കഴിക്കുന്ന സമയത്ത് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഊർജ്ജങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങയുടെ കയ്യിൽ ഒരു 500 രൂപയുണ്ട്. ഈ 500 രൂപ വൈകിട്ടത്ത് വീട്ടിൽ പോകാൻ വേണ്ടി അച്ഛൻ്റെ പൈസയാണ് കിട്ടുക. പെട്ടെന്ന് ആവശ്യം വന്നു. ഈ 500 അങ്ങ് എടുത്തു. വൈകിട്ട് പോകാൻ വേണ്ടി പൈസ വേറെ ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടേണ്ടവരല്ലേ എന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥ. വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകരിക്കേണ്ട ഊർജ്ജത്തെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണി മെഡിറ്റേഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇവിടെ ഈ ആവശ്യത്തിലുള്ള ഊർജ്ജം അവിടെ കുറഞ്ഞു പോയി. ഈ ഊർജ്ജം എൻ്റെ മുജ്ജന്മ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഊർജ്ജമാണ് അതായിരിക്കുന്നത്. എൻ്റെ സ്വാഭാവിക അവസ്ഥയ്ക്കുള്ള ഊർജ്ജമാണ്. പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്യണം. സാധാരണ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ 4 ഇരട്ടി സ്ട്രഗിൾ ചെയ്യണം. അപ്പോൾ ഇന്ന് കാണുന്ന ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഇളക്കുന്ന ധ്യാനങ്ങളാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അതേ വൈകാതെ തന്നെ യോഗ ചെയ്തിട്ട് അസുഖം വരും ആൾക്കാർക്ക്. നിശ്ചയം വേണ്ടി ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചിക വിഷയവുമായി ബന്ധപ്പെട്ടാണ് ധ്യാനിക്കുന്നത്. ദേശബന്ധ ചിത്തസ്യ ധാരണ തഥാ പ്രത്യേക തനത ധ്യാനം. നമ്മുടെ മനസ്സിനെ ഒരു ദേശത്തിൽ കെട്ടിടുന്നതിനെയാണ് ധാരണ എന്ന് പറയുക. ആ ധാരണയിൽ മനസ്സ് കുറേ നേരം നിൽക്കുന്നതിനെയാണ് ധ്യാനം. അവിടെ ഇല്ലാണ്ടാവും മനസ്സിപ്പോൾ ഞാനും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്കാവും. അപ്പോൾ മനസ്സിനെ എവിടെ കെട്ടിയിടണം? ഗീതയിൽ ഒരു വാക്യമുണ്ട്, ധ്യായതോ വിഷയാൻ പുംസ
സംഘത്തേഷു ഉപജായതേ, സംഘ സഞ്ചായതേ കാമ. അതുകൊണ്ട് നമ്മളൊരു പൂവിനെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു പൂവിനെ കണ്ടിട്ടെങ്കിൽ ഇഷ്ടം തോന്നി. അപ്പോൾ ആ പൂവായിട്ടുള്ള ഇഷ്ടം കൂടുമ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് വരും. അറ്റാച്ച്മെൻറ്റ് മോഹം ഉണ്ടാവും. അപ്പോൾ പറക്കാൻ ചെല്ലുമ്പോൾ അതിന് മലയാളം വിളിച്ചല്ലും. അപ്പോൾ നമ്മളത് ധ്യാനിക്കേണ്ട വിഷയം, ധ്യായതോ വിഷയം പുംസ, ധ്യാനിക്കേണ്ട വിഷയത്തിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ പ്രാപഞ്ച വിഷയത്തിൽ നമ്മൾ ധ്യാനിക്കാൻ ശ്രമിച്ച് സങ്കല്പം കൊടുത്തു കഴിയുമ്പോൾ ആ സങ്കല്പത്തിന് വിഷയം ഉണ്ടാവുകയും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിച്ച ഊർജ്ജം വീണ്ടും സ്ട്രഗിൾ ചെയ്യുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചോദിക്കേണ്ട വേറെ ചോദ്യമാണ്, എവിടെയാണ് ധ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ആരാണ് ധ്യാനിക്കേണ്ടത്? പ്രാപഞ്ചിക വിഷയത്തിൽ നിന്നും മാറി എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ സ്വരൂപത്തെ അറിയാൻ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രമാണ് ധ്യാനിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രാപഞ്ച വിഷയങ്ങൾ ധ്യാനിക്കാൻ ശ്രമിക്കും. അവർക്ക് വേണ്ടത് ഇതല്ല വേണ്ടേ, പൈസ വേണം, സമുദ്ര പേര് വേണം, അതൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് ചെയ്യും, ആ വിഷയത്തിൽ ധ്യാനിക്കും. അപ്പോൾ പ്രാപഞ്ചിക വിഷയത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയവർ മാത്രമേ ധ്യാനിക്കാൻ നടത്തിയാൽ മതി എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇനി എങ്ങനെ ധ്യാനിക്കണം? മനസ്സെന്ന് പറഞ്ഞ ദേവേന്ദ്രനെ കട്ട് ചെയ്യണം. മനസ്സിൽ ദേവേന്ദ്രനെ കട്ട് ചെയ്തിട്ട് എൻ്റെ ജീവാത്മാവിൽ ആണ് കെട്ടിയിടേണ്ടത്. ദേശബന്ധ ചിത്തസ്ഥിതാണ്. ആ ജീവാത്മാവിലാകണം എൻ്റെ മനസ്സിൽ കെട്ടിയിടേണ്ടത്. അപ്പോൾ അതിനാണ് പൗരാണിക നമ്മുടെ ആചാര്യന്മാർ മന്ത്രസ്ഥാനം തന്നേക്കണം. ഒരു കാളി ഉപാസന ഒക്കെ വരുന്നത് അവിടെയാണ്. ഈ കാളി എന്ന് പറഞ്ഞാൽ അദൃശ്യമായിട്ടുള്ള ആ നാഡി വ്യവസ്ഥയിലേക്ക് നമ്മുടെ ബോഡി അറിഞ്ഞ് കയറുന്നില്ല, രൂപത്തിനല്ല പ്രസക്തി. അപ്പോൾ എവിടെയാണ് ധ്യാനിക്കേണ്ടത്? അങ്ങനെയുള്ള ധ്യാനിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പണ്ട് ഉണ്ടായിരുന്ന ഈ ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ വേറിട്ട് മറ്റുള്ള ആളുകളുടെ നോൺ ഡിസ്റ്റർബ് ചെയ്യാത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറി നിന്നിട്ട് ധ്യാനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറയേണ്ട വിഷയങ്ങളാണ് ഈ ധ്യാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് മോക്ഷത്തിലേക്കുള്ള വഴി ഉണ്ടാവുള്ളൂ. ആ മോക്ഷത്തിൽ വഴിയാണ് കർമ്മത്തെ കട്ട് ചെയ്യാനുള്ളത്. ഈ പൂർവ്വജന്മ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് പഴയ കാലത്തിലേക്ക് നമ്മൾ പോയിട്ട് അന്ന് നമ്മൾ ഏത് വിധത്തിലാണ് ഇപ്പോൾ ഞാനൊരു ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതിനുള്ള അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് കഠിനമായ തലവേദനയായിരുന്നു. തലവേദന എന്ന് പറയുന്നത് കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ വെച്ചിൽ തലയ്ക്കൊരടി കിട്ടി മരണപ്പെട്ടതുകൊണ്ട് ഉണ്ടായിട്ടൊരു വേദന. അത് പാസ്റ്റ് ലൈഫിൽ പോയി കണ്ടതിന് ശേഷം പിന്നീട് അവർക്ക് തലവേദന വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പാസ്റ്റ് ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പാസ്റ്റ് ലൈഫ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മൾ പല രീതിയിലുള്ള പാസ്റ്റ് ലൈഫിലുണ്ട്. ഇന്നത്തെ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നിനെ എതിർക്കുന്നതല്ല കേട്ടോ, ഇന്നത്തെ കുറേ രീതികൾ അങ്ങനെ ആയതിൻ്റെ പേരിൽ പറയുന്നു. നമ്മൾ ഈ ഹിപ്നോട്ടിസ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന പോലെയുള്ള ഇതാണ്. എൻ്റെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തലവേദന മാറി എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഈജിപ്ഷ്യൻ ഒരു ഗുരുനാഥനുണ്ട്, തോത്ത് എന്ന് പറയുക, THOATH. അദ്ദേഹം പറഞ്ഞ വെച്ചാൽ തോട്ട് ഈസ് ദ മീഡിയം ഓഫ് ട്രാവൽ എന്ന് പറയാം. എല്ലാ അസുഖത്തിനും അപ്പോൾ എവറി തോട്ട്സ് ക്യാൻ മേക്ക് എ ഡിസീസ് ആൻഡ് അനദർ തോട്ട് ക്യാൻ ഏബിൾ ടു ക്യൂർ ദാറ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. ഈജിപ്ഷ്യൻ ഗുരുവാണ്. അതായത് ഈഗിളിൻ്റെ ചുണ്ടോട് കൂടിയ ആങ്ക് പോലെയുള്ളൊരു വെപ്പം പിടിച്ചുകൊണ്ടുള്ള ഒരു ഗുരുനാഥനാണ്. ഈജിപ്ഷ്യനാണ്, സംസ്കാരമാണ്. അപ്പോൾ ഇന്നത്തെ രീതിയിൽ നമുക്ക് കണക്കാക്കുമ്പോൾ ഒരു മജീഷ്യൻ അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റ് ഇന്നിരുത്തിയിട്ട് കൗൺസിൽ ചെയ്ത് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ചില തോട്ട് കൊണ്ട് വന്നിട്ടുണ്ടാവും. ആ തോട്ടിനാണ് അദ്ദേഹം മാറ്റുന്നത്. അത് എനർജി വെച്ചിട്ടല്ല. എനർജിയും തോട്ട് രണ്ടാണ്. ശരിക്കും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഹീലിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന് ഹിപ്നോട്ടിസമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം പാസ്റ്റ് ലൈഫ് എൻ്റെ ബോഡിയിൽ, എൻ്റെ ബുക്കിൽ ഞാൻ എഴുതിയിട്ടാണ് അക്ഷരങ്ങൾ അല്ലെങ്കിൽ ലിപികൾ. അതിനെ വാക്കുകൊണ്ട് പറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റ് തെറാപ്പി ചെയ്യുന്ന ആൾ പറഞ്ഞ വാക്കുകൊണ്ട് മാറ്റാൻ സാധിക്കില്ല. അതിന് മാറ്റണമെങ്കിൽ എനർജി വേണം. അപ്പോൾ എനർജി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. അവർ എനർജി കൊടുത്തിട്ട് ഹീൽ ചെയ്ത് മാറ്റും.
അങ്ങനെ പ്രാണിക് ഹീലിംഗ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം അതാണ്. അപ്പോൾ ഓരോ എനർജി ബോഡിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബോഡി ഈ കർമാസ് ഇരിക്കുന്നത് നാഡീവ്യവസ്ഥയിലാണ്. ഈ ഓരോ നാഡീവ്യവസ്ഥ നമ്മൾ ഓരോ ലെവലിൽ നോക്കുമ്പോൾ ഇത് ഓരോ ഷെല്ലായിട്ടായിരിക്കുന്നത്. ആ ഷെല്ലിൻ്റെ അകത്ത് ഇങ്ങനെ ഗുരുവൻ ടച്ച് ചെയ്യുമ്പോൾ ആ എൻകോഡിംഗ് ഉള്ള ഭാഗത്തൊക്കെ ഫീൽ ചെയ്യും. ആ എൻകോഡിംഗ് ഉള്ള ഭാഗത്ത് നിന്ന് അവർ എനർജി കൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തി നേരത്തെ പറഞ്ഞ പോലെ തലനെടുത്ത് പറയില്ല, ആ വ്യക്തി ആ അനുഭവമായിട്ട് ഫീൽ ചെയ്യും, അനുഭവിക്കും. അനുഭവിച്ച് കഴിയുമ്പോൾ അത് റിലീസ് ചെയ്യും. അതൊരു രീതിയാണ്. പക്ഷെ അനുഭവത്തിലൂടെ അല്ല റിലീസാവുന്നത്. അദ്ദേഹം പറയുകയാണെങ്കിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല, ആളുണ്ട് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് ഗുരുനാഥൻ പറഞ്ഞു ഇങ്ങനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ തിക്നെസ് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കൊരു എന്നിട്ട് ഒരു ചെളി പിടിക്കുന്ന പോലെ അസ്വസ്ഥ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഗുരുനാഥൻ ഈ പയ്യനോട് പറഞ്ഞു ഇതൊരു കർമ്മമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, അപ്പോൾ ആ കർമ്മത്തിലേക്ക് ഡയറക്റ്റ് പോട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞ് നാക്കെടുത്ത് വീഴും. അദ്ദേഹം കിടന്നിങ്ങനെ വളഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. 2 സെക്കൻഡേ ആയുള്ളൂ, അപ്പോൾ വീഴും ചെയ്തു തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. പുള്ളി പറയാണ് നെഞ്ചത്ത് സാധനം കുത്തിക്കയറ്റിയ ഫീലിംഗ് ആകും. അപ്പോൾ പുള്ളി പാസ്റ്റ് ലൈഫിൽ പുള്ളി മരിച്ചത് അങ്ങനെയായിരുന്നു പറഞ്ഞു. ആരോ പുറയുന്ന കൊണ്ട് കുത്തിയതാണ്. അപ്പോൾ അതൊരു കർമ്മമായിട്ട് കിടക്കുക. ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ എല്ലാം പഞ്ചഭൂതമായിട്ട് ഈ ബുക്കിൽ എഴുതിച്ചേക്കാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ സ്ട്രഗിളിങ് കണ്ടു. അതിനെ അദ്ദേഹം മാറ്റിയത് എനർജി വെച്ചിട്ടാണ്. അപ്പോൾ എനർജി ബോഡി കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഹീലിംഗ് എന്ന് പറയുമ്പോൾ എനർജി വെച്ചാണ്, അല്ലാതെ ഇപ്പോൾ ഇരുത്തിയിട്ട് കണ്ണടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ 46 വയസ്സുള്ള ആളാണ്, മെല്ലെ എൻ്റെ വയസ്സ് 30 വയസ്സായി, ഈ സമയത്ത് ഞാൻ അനുഭവിച്ച സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ പറയും. അപ്പം ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ 40 വയസ്സിൽ എന്തൊക്കെയായിരുന്നു, എന്നാണെന്ന് ശരിക്കും ഓർമ്മ ഉണ്ടാവില്ല. ഇനിയിപ്പം അതുകൊണ്ട് വീണ്ടും പറയും 10 വയസ്സിൽ നിങ്ങൾ കുട്ടിയായിരുന്നു, കൂട്ടുകാരുമായിട്ട് കളിച്ച് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന് സങ്കല്പങ്ങളുണ്ട് ഒക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അമ്മയുടെ വയറ്റിലാണ്. അപ്പം ഞാൻ ആലോചിക്കും അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്ലാസൻ്റ് കിടക്കണേ എന്ന് ആലോചിക്കാൻ നോക്കും. അവിടെയും ഇത് വരുന്നുണ്ട്, സങ്കല്പങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യും. പക്ഷേ ചില അസുഖത്തെ മാറ്റാൻ നല്ലതാണ്. എൻ്റെ മൈൻഡ് ഉണ്ടാക്കിയ തോട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥതകൾ മാറ്റാൻ നല്ലതാണ്, തെറ്റെന്നല്ല പറയണേ. പക്ഷേ നമ്മുടെ കാർമിക് ലേയേഴ്സിനെ കട്ട് ചെയ്യണമെങ്കിൽ എനർജി വച്ചിട്ടോ സാധനം വച്ചിട്ടോ മന്ത്രം കൊണ്ടോ ഒക്കെ പറ്റുള്ളൂ. ഹിപ്നോട്ടിസം കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യകൾ കൊണ്ടോ കഴിയില്ല. പറ്റും. അത് ചെറിയ ചെറിയ രീതിയിലുള്ള ഈ തോട്ട് നേരത്തെ പറഞ്ഞ ഈ എന്താ പറയുക നമ്മുടെ ദേവതന ഉണ്ടാകുന്നില്ലേ, അതുകൊണ്ട് അതുപോലെയുള്ള ചെറിയ തോട്ട്സ് കൊണ്ടാക്കിയിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറ്റാൻ പറ്റും. എൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ എനർജി വേണം. കാരണം ഇവിടെ ഞാൻ ഒരു സാധനം എൻകോഡ് ചെയ്തിരിക്കുന്നത് എനർജി കൊണ്ടാണ്. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. സത്യമായിട്ടുള്ളത് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ചെയ്യുന്നവർ അറിയപ്പെടില്ലല്ലോ. ഇതൊക്കെ ശിഷ്യന്മാർ വരുമ്പോൾ ആ ശിഷ്യൻ്റെ അകത്തുള്ള വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത് വാണിജ്യവൽക്കരിച്ചപ്പോഴാണ് ഇതിങ്ങനെ ആയത്. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ എന്തെങ്കിലും മോക്ഷത്തിൽ പോകാൻ വേണ്ടിയിട്ട് തടസ്സം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അന്നങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നങ്ങനെയല്ല. എൻ്റെ സെൻറ്ററിൻ്റെ മുകളിൽ പാസ്റ്റ് ലൈഫ് എഴുതി വെച്ചാൽ 5 പേര് കൂടുതൽ വരും. അതുകൊണ്ട് എഴുതി വയ്ക്കുന്നതാണ്. ഉദരനിമിത്തം ആയതുകൊണ്ട് എഴുതി വയ്ക്കുന്നതാണ്.